ഋതു സിംഗിൾ ആണോ കമ്മിറ്റഡ് ആണോ എന്നാണ്. ഞാൻ സിംഗിളാണ്. ഡ്രൈവിംഗ് ബൈക്കിൽ കയറിയിട്ടുള്ള ഫോട്ടോസും ഫെയിമും ഒക്കെ ഇതാണ് ഈ ഗൂഗിളിലൊന്നും അധികം വിശ്വസിക്കരുത്. ഋതു ഭദ്ര എന്ന് കേട്ടിട്ടുണ്ട്, ഋതു വർമ്മ എന്ന് കേട്ടിട്ടുണ്ട്, ഋതു കൃഷ്ണ എന്ന് കേട്ടിട്ടുണ്ട്. UK പോയപ്പോ അവരെന്നെ വിളിച്ചത് ഋതു ചന്ദ്ര എന്നാണ്. PR എന്ത് PR, നമ്മള് പോവാ. ഞങ്ങള് ശരിക്കും പറഞ്ഞ പൊട്ടനാട്ടം കാണാൻ പോയത് ഇത് എന്താന്ന് പോലും അറിയാണ്ട് പോയ ആൾക്കാരാണ്. ഞാൻ ബിഗ് ബോസ് നിന്ന് ഇറങ്ങിയപ്പം പലരും പറഞ്ഞ ഒരു കാര്യമാണ്, ഋതുമന്ത്രയ്ക്ക് ഓവർ എ നൈറ്റ് സ്റ്റാർഡം കിട്ടി എന്നുള്ളത്. ആ ഒരു ഓവർ എ നൈറ്റ് എന്ന് പറഞ്ഞ ഒരു 8 വർഷമായിരുന്നു ഓവർ എ നൈറ്റ്. നമ്മളിപ്പോ ഒരു റോഡിലൂടെ ആരും നടന്നു പോയാലും ഒരാൾ നമ്മളെ ആക്രമിക്കാൻ വന്നാൽ നമുക്ക് എങ്ങനെ ഡിഫെൻഡ് ചെയ്യാം എന്നുള്ളൊരു മാർഷൽ ആർട്ടാണ്. ഹായ്, നമസ്കാരം. ടീം മീഡിയയുടെ ടീ ടോക്സിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ എപ്പിസോഡാണ്. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഒരു ആക്ടറാണ്, മോഡലാണ്, അതിനെല്ലാം ഉപരി ഒരു ബിഗ് ബോസ് കോണ്ടസ്റ്റന്റ് കൂടിയാണ്. പേര് പറഞ്ഞ് നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് ഋതുമന്ത്ര. അപ്പോൾ ഋതു, വെൽക്കം ടു ദി ഷോ. താങ്ക് യു സോ മച്ച്. ടീം മീഡിയയിലേക്ക് സ്വാഗതം. താങ്ക് യു, വെരി സ്വീറ്റ്. അപ്പോൾ ഒരു വെറൈറ്റി പേരാണല്ലേ ഋതുമന്ത്ര എന്നുള്ളൊരു പേര്. അതെ, എപ്പോഴെങ്കിലും ആരെങ്കിലും ഇങ്ങനെ പേര് തെറ്റിച്ച് പറയുന്ന ഒരു അവസരം ഉണ്ടായിട്ടുണ്ടോ? ഗംഭീരായിട്ട്. ഇന്നിപ്പോ വരുമ്പോ നമ്മളുടെ ഡ്രൈവർ ചേട്ടൻ കൂടെ എൻ്റെ അടുത്ത് പറഞ്ഞത് ഋതുഭദ്ര എന്നാണ്. ഋതുഭദ്ര. ഞാൻ ഋതുഭദ്ര എന്ന് കേട്ടിട്ടുണ്ട്, ഋതു വർമ്മ എന്ന് കേട്ടിട്ടുണ്ട്, ഋതു കൃഷ്ണ എന്ന് കേട്ടിട്ടുണ്ട്. UK പോയപ്പോ അവരെന്നെ വിളിച്ചത് ഋതു ചന്ദ്ര എന്നാണ്. അപ്പൊ ഞാൻ ഇതെന്നും കേൾക്കണമെന്നുകൊണ്ട് എനിക്ക് ഋതുമന്ത്ര എന്നാരും പെട്ടെന്ന് ചിലപ്പോൾ കേൾക്കുമ്പോഴേ ആൾക്കാർക്കൊരു കൺഫ്യൂഷൻ ആവാറുണ്ട്. ഒഫീഷ്യൽ നെയിം അതന്നെയല്ലേ? ഫീൽഡിൽ വന്നിട്ട് ഇല്ല, പാസ്പോർട്ടിലുണ്ട്. പാസ്പോർട്ടിലുണ്ട്. ഇല്ലടാ, മന്ത്ര ഞാൻ ആഡ് ചെയ്തു. പക്ഷെ ഒഫീഷ്യൽ ആണ്, പേര് ഒഫീഷ്യൽ ആണ്. അപ്പൊ ആദ്യം ഋതുന്നായിരുന്നു. ഋതുന്നായിരുന്നു. കൊച്ചിലെ എന്റെ വീട്ടിലിട്ട പേര് വേറെയാണ്. അപ്പൊ അങ്ങനെ 2-3 പേരുകളൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നത്. എനിക്ക് തന്നെ തോന്നി ഞാൻ ഋതു ആണ് എന്നുള്ളത്. ഇവരിട്ട ആളൊന്നുമല്ല ഞാൻ. അപ്പൊ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ ഒരു ആക്ടറാണ്, മോഡലാണ്, അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ എല്ലാവരും അറിയുന്നത് ബിഗ് ബോസ് കോണ്ടസ്റ്റന്റ് എന്നുള്ള നിലയിലാണ്. എങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് എത്തിപ്പെടുന്നത്? ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ബാംഗ്ലൂർ ചെയ്യായിരുന്നു. എൻ്റെ ജേർണലിസ്റ്റ് ആണ് ഞാൻ ഗ്രാജുവേഷൻ ചെയ്തത്. അപ്പോൾ ബാംഗ്ലൂരിൽ ഇങ്ങനെ കുറച്ച് ഫാഷൻ ഷോസ് ഒക്കെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇങ്ങനെ കാണാൻ പോകും. അപ്പോൾ എൻ്റെ ഹൈറ്റ് കണ്ടിട്ട് ഒരു ഡിസൈനർ എൻ്റെ അടുത്ത് ചോദിച്ചു, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് റാമ്പ് വാക്ക് ചെയ്തൂടെ? അപ്പോൾ എനിക്ക് റാമ്പ് അങ്ങനെ ഒന്നും അറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ട്രൈ ചെയ്യാം. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ സാറ്റർഡേ സൺഡേ ക്ലാസ് ഇല്ലാത്ത ദിവസങ്ങളിൽ ഞാനൊരു പോക്കറ്റ് മണി അമ്മേനെ ഹെൽപ്പ് ചെയ്യാം എന്നൊക്കെയുള്ള രീതിയിൽ പോയിട്ട് ചെയ്യായിരുന്നു. അങ്ങനെ പിന്നെ പ്രിൻറ്റ് മീഡിയ ചെയ്തു, പിന്നെ TVC ചെയ്തു. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് മിസ് ഇന്ത്യയിലേക്ക് അവരെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മിസ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു പ്രോസസ്സ് ഉണ്ട്. ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള മിസ് വേൾഡ് ആയിട്ടുള്ള മിസ് ഇന്ത്യയും അവരും കൂടെ വന്നിട്ടാണ് ഇവിടെ കണ്ടസ്റ്റൻസിനെ എടുക്കുക. അങ്ങനെ കേരളത്തിൽ നിന്ന് എന്നെ സെലക്ട് ചെയ്തു. അപ്പം ഞാൻ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് വന്നപ്പോൾ ബിഗ് ബോസിൽ അതുകൊണ്ട് അവർ വിളിച്ചു. അങ്ങനെ പിന്നെ കുറച്ച് സിനിമകൾ ചെയ്തു. ഇപ്പം ഇത് എവിടെ ഇരിക്കുകയാണ് നിങ്ങളുടെ കൂടെ. അതായിരുന്നു ജേർണി. അപ്പൊ ഈ ഹൈറ്റ് എത്രയുണ്ട്? ഞാൻ 5.8.5. അപ്പൊ ഈ ഹൈറ്റ് കാരണം എപ്പോഴെങ്കിലും എന്തെങ്കിലും പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ട്? സ്കൂളിൽ പഠിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ക്ലാസ്സിലിരിക്കുമ്പോൾ ബാക്കിലിരിക്കണവരെ ടീച്ചേഴ്സ് അധികം ശ്രദ്ധിക്കില്ല. ടീച്ചേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചാൽ അറിയാം. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം. അപ്പോൾ ഞാൻ അമ്മോടത്ത് പറയും എന്തിനാണ് എൻ്റെ ഒരു ചിന്ത എന്ന് വെച്ചാൽ അന്ന് നമ്മൾ ഹോർലിക്സ് ഒക്കെ കഴിക്കില്ല. അപ്പോൾ അതിൽ എഴുതിയിട്ടുണ്ട് ടോളറാവും, ഷാർപ്പറാവും. അപ്പം എൻ്റെ വിചാരം ഈ ഹോർലിക്സ് ഒക്കെ കുടിച്ചിട്ട്. അപ്പോൾ ഞാൻ അമ്മോടത്തേക്ക് എന്തിനാണ് എനിക്ക് ഈ ഹോർലിക്സ് ഒക്കെ തന്നത്? പിന്നെ നമ്മൾ നാട്ടിൽ കണ്ണൂർ കുറേ കശ്മാവുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ കുട്ടികളൊക്കെ കൂടെ കശ്മാവിൽ തൂങ്ങിയൊക്കെ ആടും. അപ്പം എൻ്റെ ഒരു ചിന്ത ഇതൊക്കെ കൊണ്ട് ഹൈറ്റായിപ്പോയി. പിന്നെ ആൺകുട്ടികളൊക്കെ സ്കൂളിലൊക്കെ കളിയാക്കല്ലോ, മാങ്ങ പറിക്കാൻ വരണോ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അസംബ്ലിയിലൊക്കെ ബാക്കിൽ നിൽക്കണം. അപ്പോൾ ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പം ഞാനിത് ഏതോ ഒരു ഇൻ്റർവ്യൂവിലും ഈ ബിഗ് ബോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ അന്ന് നമ്മൾ അയ്യോ ഇതെനിക്ക് മോശമാണ് എന്ന് ചിന്തിക്കണ ഒരു കാര്യത്തിലായിരിക്കും നമ്മളെ ദൈവം ഉയർത്താൻ പോവുക. അങ്ങനെയായിരുന്നു എനിക്ക് ഹൈറ്റ് ഉള്ളതുകൊണ്ട് മാത്രം എനിക്ക് മോഡലിങ്ങിലേക്ക് ഒരു ചാൻസ് കിട്ടിയതും ഞാൻ ഇവിടെ ഇരിക്കുന്നതും. സോ വളരെയധികം സന്തോഷം. മിസ് ഇന്ത്യയിൽ പോയുള്ള എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം അതെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും വിചാരിക്കുന്ന ബ്യൂട്ടി പാജൻസ് എന്ന് പറയുമ്പോൾ സൗന്ദര്യ മത്സരമാണെന്നല്ല. ഇപ്പോൾ നമ്മൾ മിസ് യൂണിവേഴ്സ് ഒക്കെ പണ്ടത്തെ ഒരു 2-3 ഇയേഴ്സ് മുന്നേ എടുത്ത് നോക്കിയാലൊക്കെ നമ്മൾ ഭയങ്കര ഫെയർ സ്കിന്നൊന്നുമല്ല, ഡാർക്ക് സ്കിൻഡ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആൾക്കാർ വന്നിട്ടുണ്ട്. അന്നത്തോടു കൂടി നമ്മളുടെ ഈ സൗന്ദര്യ മത്സരമാണ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ആൾക്കാരിൽ നിന്ന് മാറി. മിസ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇൻ്റലിജൻ്റ് ആയിരിക്കണം,
അവർക്ക് ഒരു ക്വസ്റ്റ്യൻ ആൻസർ റൗണ്ട് ഉണ്ട്. അപ്പോൾ നമ്മളെ അടുത്ത് ഏതൊരു ജഡ്ജ് വേണമെങ്കിലും എന്തിനെ പറ്റിയും ചോദിക്കാം. നമ്മൾ അവെയർ ആയിരിക്കണം, നമുക്ക് നല്ലൊരു റീഡിങ് ഹാബിറ്റ് ഉണ്ടാവണം, ജനറൽ നോളജ് ഉണ്ടാവണം, പിന്നെ നമുക്ക് ഡ്രസ്സിങ് സെൻസ് ഉണ്ടാവണം, സ്റ്റൈൽ ഉണ്ടാവണം, വാക്ക് ചെയ്യാൻ അറിയണം, പിന്നെ നമ്മൾ പ്രസൻറ്റബിൾ ആയിരിക്കണം, നമുക്ക് ഫീച്ചേഴ്സ് ഉണ്ടാവണം, ഹൈറ്റ് ഉണ്ടാവണം, കുറേ എലമെൻറ്റ്സ് ചേർന്നിട്ടാണ്. അപ്പം നമുക്കിവിടെ കൊച്ചിയിൽ ആ ഒരു ടൈമിൽ ഞാൻ 2018 ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. കുറേ ഭംഗിയുള്ള എത്രയോ നല്ല കഴിവുള്ള ആൾക്കാരൊക്കെ ഒന്ന് വന്നു. എന്തോ ദൈവം സഹായിച്ചിട്ട് എന്നെ സെലക്ട് ചെയ്തു എന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പോഴൊക്കെയാണ് ഞാൻ ചിന്തിച്ചത്, നമ്മളെ നാട്ടിലൊക്കെ ഇത്രയും കഴിവും ഇത്രയും ഹൈറ്റും ഇത്രയും ഭംഗിയുള്ള കുട്ടികളുണ്ട് എന്ന് തന്നെ. അതിൽ എന്നെ സെലക്ട് ചെയ്തതിൽ വലിയൊരു കാര്യം. അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂരായിരുന്നു, രാഹുൽ പ്രീത് ആയിരുന്നു നമ്മളെ മെൻറ്റർ. അപ്പോൾ ഒരു 4-5 ദിവസത്തെ ക്ലാസ് ഉണ്ട്. അത് വെറുതെ ഒരു ക്ലാസ് ഒന്നുമല്ല, നമ്മളെ സ്കിൻ കെയറും നമ്മൾ എങ്ങനെയാണ് പ്രസൻറ്റബിൾ ആവേണ്ടതും ഇൻ്റർവ്യൂസും ക്വസ്റ്റ്യൻ ആൻസർ റൗണ്ടും പിന്നെ കുറേ റൗണ്ട്സുകളുണ്ട്. അങ്ങനെയാണ് അവർ അതിലേക്ക് നമ്മളെ സെലക്ട് ചെയ്യുക. ഭയങ്കര ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു, ഒരു വൺസ് ഇൻ എ ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ശരിക്കും. കാരണം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, നമ്മൾ നോർത്തിലെ കുട്ടികളും അല്ലെങ്കിൽ ഇപ്പം വേറെ സൗത്തിൽ വേറെ ഇപ്പം കർണാടക ആന്ധ്രയിൽ നിന്നൊക്കെ വരുന്നവരെ ഭയങ്കര ഹൈ സ്റ്റാൻഡേർഡ് സ്കൂളിലൊക്കെ പഠിച്ചു, CBSE. ഞാൻ പഠിച്ചത് നമ്മളെ നാട്ടിലൊക്കെ പറയണ പോലെ നോർമൽ മലയാളം മീഡിയം പഠിച്ചൊരു കുട്ടിയാണ്. അപ്പം ഞാൻ എൻ്റെ അമ്മോട് ചോദിക്കുമായിരുന്നു, എന്നെ ഇംഗ്ലീഷ് മീഡിയത്തിൽ വിട്ടൂടെ. അപ്പം അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞത്, പഠിക്കേണ്ട കുട്ടികൾ എവിടെ ആണെങ്കിലും പഠിക്കും, ഇംഗ്ലീഷും മലയാളം ഒന്നുമില്ല. അപ്പോൾ ശരിക്കും ഞാൻ ഈ മലയാളം മീഡിയത്തിൽ നമ്മളെ നാട്ടിലൊരു സ്കൂളിൽ പഠിച്ചൊരു കുട്ടിയാണേ. അപ്പോൾ ഞാൻ ഈ റൂമിലേക്ക് കയറുമ്പോൾ കാണുന്നത് ഭയങ്കര ആക്സെൻറ്റോടുകൂടി ഇംഗ്ലീഷിൽ സംസാരിക്കണ ഒരു 20-25ഓളം ഭംഗിയുള്ള ഏറ്റവും ഹൈറ്റ് ഇന്ത്യയിലും കേരളത്തിൽ നിന്നും നമ്മളുടെ സൗത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ട നല്ല ഹൈറ്റുള്ള ഭയങ്കര ഫീച്ചേഴ്സ് ഉള്ള എല്ലാം അറിയണ ഒരു ഗ്രൂപ്പ് ഓഫ് പെൺകുട്ടികളുടെ അടുത്തേക്ക് കയറിയപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ ഇവിടെ നിന്ന് ഓടിയാലോ, അങ്ങനെയാണ് ഞാൻ ആദ്യം ചിന്തിച്ചത്. അപ്പോൾ ഞാനിങ്ങനെ രാത്രിയിൽ ഇങ്ങനെ കിടന്നപ്പോൾ വിചാരിച്ചു, ഞാൻ നാളെ പനിയാന്ന് പറഞ്ഞിട്ട് പോവാം, എന്നെ കൊണ്ട് ഇത് പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല എന്ന് ചിന്തിച്ച ഒരാളാണ് ഞാൻ. പക്ഷേ അന്നത്തെ ആ ഒരു സീസണിൽ എനിക്കൊരു ടൈറ്റിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു, സബ് ടൈറ്റിൽ. അത് വന്നിട്ട് ദ ബെസ്റ്റ് ക്രിയേറ്റീവ് ആയിട്ടുള്ള ദ ബെസ്റ്റ് ടാലൻറ്റഡ് എന്നുള്ളൊരു സബ് ടൈറ്റിലാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അന്ന് ആ ഒരു 3 ദിവസത്തെ ഇതിൽ എനിക്ക് തോന്നിയൊരു കാര്യം, നമ്മൾക്കുള്ളത്രയും ഒരു എക്സ്പീരിയൻസ് ലൈഫിൽ അതവർക്കില്ല. അവിടെയാണ് എനിക്ക് ക്വസ്റ്റ്യൻ ആൻസർ റൗണ്ടിലൊക്കെ നിങ്ങൾ എന്തുകൊണ്ട് ഒരു മിസ് ഇന്ത്യ ആവണം എന്ന് ചോദിച്ചപ്പം എനിക്ക് വന്നൊരു ആൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ കണ്ണൂർ എന്താ പറയുക, ഇപ്പം കണ്ണൂരൊക്കെ ഇപ്പോഴല്ല, ഞാൻ വളർന്ന സ്ഥലമൊക്കെ ഇപ്പോഴൊക്കെ ഭയങ്കര ഡെവലപ്ഡായി. അന്നൊക്കെ എന്താ പറയുക, നമുക്ക് ഗ്രാമങ്ങളിൽ തന്നെ വളർന്നൊരു കുട്ടികളാണ് ഞങ്ങളൊക്കെ. അപ്പോൾ ഇതുപോലെ ഗ്രാമങ്ങളിൽ നിന്നൊക്കെ ഇങ്ങനെ ഒരു പൊസിഷനിൽ എത്തണം എന്ന് ആഗ്രഹിക്കുന്ന കുറേ കുട്ടികളുണ്ടാവും. പക്ഷെ അവർക്ക് എങ്ങനെ വരണം എന്ന് അറിയണ്ടാവില്ല. അയ്യോ അവിടെ എത്താൻ എനിക്ക് പറ്റുമോ, അങ്ങനെയൊക്കെയുള്ള കുറേ ഡൗട്ടുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരെയൊക്കെ റെപ്രസെൻറ്റ് ചെയ്തിട്ടാണ് ഞാൻ മിസ് ഇന്ത്യ പോലൊരു പ്ലാറ്റ്ഫോമിൽ നിന്നത്. അപ്പം ഒരു ഇംഗ്ലീഷിലൊരു കോട്ടുണ്ട്, നോ മാറ്റർ വേ യു ആർ ഫ്രം, ഓൾ യുവർ ഡ്രീംസ് ആർ വാലിഡ്. അപ്പം ഞാൻ അങ്ങനെയാണ് അവിടെ റെപ്രസെൻറ്റ് ചെയ്തത്. നമ്മൾ ഈ ലോകത്ത് നിന്ന് എവിടെ നിന്നാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ട, അല്ലെങ്കിൽ നമ്മൾ വലിയ സ്കൂളിൽ പഠിച്ചോ നമുക്ക് ഭയങ്കര ഗൈഡൻസ് ഉണ്ടോ, ഒന്നും വേണ്ട. നമ്മളുടെ ഒക്കെ ഡ്രീംസ് വാലിഡാണ്, നമ്മൾക്ക് നമ്മളുടെ വിശ്വാസം ഉണ്ടാവണം. അങ്ങനെയാണ് ഞാൻ എന്നെ അവിടെ റെപ്രസെൻറ്റ് ചെയ്തതും, അങ്ങനെയാണ് അവരെന്നെ ഓക്കെ പ്ലീസ് കമ്മിൻ എന്ന് പറഞ്ഞതും. അപ്പോൾ നമ്മൾക്ക് ഈ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ആൻസറൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസിൽ നിന്ന് കിട്ടണ ഒരു കാര്യമാണ്. അതവർക്ക് ഭയങ്കരമായിട്ടും ഇൻസ്പയർഡ് ആയതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ നിന്ന് എന്നെ അതിലേക്ക് അവർ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ എല്ലാവരെയും ഡ്രീം വാലിഡ് ആവട്ടെ, എല്ലാവർക്കും ഉയരങ്ങളിലെത്താൻ പറ്റട്ടെ. ഞാൻ ഋതു പറയുമ്പോൾ ശ്രദ്ധിക്കായിരുന്നു, എവിടെ പറഞ്ഞാലും അവസാനം എത്തുന്നത് നാട്ടിലായിരിക്കും അല്ലേ, നാട്ടിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ അവസാനിക്കും. ഞാൻ എൻ്റെ നാട് അല്ലെങ്കിൽ എൻ്റെ നാട്ടിൻപുറത്തെ വിശേഷങ്ങൾ. അപ്പൊ കണ്ണൂർക്കാരിയാണല്ലേ? പക്ഷെ ഞാൻ ജനിച്ചതൊന്നും കണ്ണൂരല്ല കേട്ടോ, ഞാൻ മദ്രാസിലാണ് ജനിച്ചതും. ഞാൻ കുറെ നാൾ പഠിച്ചതൊക്കെ ചെന്നൈയിൽ തന്നെയാണ്. അപ്പൊ എനിക്ക് നാട് എന്ന് പറഞ്ഞാൽ എനിക്ക് 2 നാടുണ്ട്. തമിഴ് കൂടെ എനിക്ക് നല്ല തെരിയും, ഞാൻ തമിഴ് നല്ല പേസുവേൻ. എനിക്ക് ரொம்ப പിടിച്ച ഫുഡ് കൂടെ തമിഴ് താ, രസം, സാദം, പൊങ്കൽ. എനിക്ക് നമ്മളെ നാട്ടിൽ ഈ ചിക്കൻ, നമ്മൾ കണ്ണൂർ ബിരിയാണി, എന്നെക്കാളൊക്കെ എനിക്കിഷ്ടം എൻ്റെ ഫസ്റ്റ് ലെയർ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും മദ്രാസ് തന്നെയാണ്. ഞാൻ അവിടെ കഴിച്ചിട്ടുള്ള ഫുഡുകൾ തന്നെയാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡും. പിന്നെ ഞാൻ അവിടെയുള്ള ചെറുതിലേ തൊട്ടിട്ട് അവിടുത്തെ അമ്മമാർ പൊട്ടും പൂവും ആ കാഞ്ചീപുരം സാരിയൊക്കെ ഇട്ടിട്ട് വരുമ്പം ഇപ്പോഴും ഞാൻ എപ്പോഴും നമ്മളെ നാട്ടിൽ പണിയെടുക്കാനൊക്കെ തമിഴ്നാട്ടിലെ സ്ത്രീകളൊക്കെ പോകുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, അവർ ഭയങ്കര പൂവും പൊട്ടൊക്കെ വെച്ചിട്ടായിരിക്കും. അവർ ഒരു ദിവസം അന്നത്തെ ദിവസം ജീവിക്കുന്ന ആൾക്കാരാണ്, അവർക്ക് നാളെ ഉണ്ടോയെന്ന് അറിയില്ല.
അപ്പോൾ അവർക്ക് എന്നും ആ ഒരു ലക്ഷ്മി മാതിരി ഇരിക്കണം എന്നാണ് നമ്മൾ തമിഴ്നാട്ടിൽ പറയുക. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ലെയർ എന്ന് പറഞ്ഞാൽ തമിഴ്നാട് തന്നെയാണ്. രണ്ടാമത്തെ നാടാണ് എൻ്റെ അമ്മമ്മയുടെ വീടാണ് കണ്ണൂർ, എൻ്റെ അമ്മയുടെ നാടാണ് കണ്ണൂർ. അങ്ങനെ എൻ്റെ അച്ഛൻ മരിച്ചു എനിക്ക് 2 വയസ്സുള്ളപ്പം. അങ്ങനെ എൻ്റെ അമ്മ അവിടെ ജോലി ചെയ്യും, എല്ലാം കൂടെ അമ്മയ്ക്ക് നോക്കാൻ പറ്റാതിരുന്നതുകൊണ്ട് എന്നെ എൻ്റെ അമ്മമ്മയുടെ നാട്ടിൽ കൊണ്ടാക്കി. നമ്മളുടെ മാധവിക്കുട്ടി പറയുന്ന പോലെ പിന്നെ ഞാൻ വളർന്ന അമ്മമ്മയുടെ കൂടെയാണ്. നാടും തൊടിയും നന്ദ്യാർ വട്ടവും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനെയാണ് കണ്ണൂർ വന്നത്. അപ്പോൾ എനിക്ക് നാട് പറഞ്ഞ 2 നാടാണ്. തമിഴ്നാട്ടിൽ ഇപ്പോൾ പോയാലും എനിക്ക് ഫസ്റ്റ് എൻ്റെ ഫുൾ ആ ഒരു ഇത് പോവാ തമിഴ്നാട്ടിലേക്ക് തന്നെയാണ് ആദ്യം. സെക്കൻഡ് ലെയർ കണ്ണൂർ. അപ്പൊ കണ്ണൂര് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താ? ഇപ്പൊ തമിഴ്നാട്ടിൽ ഫുഡ് ഇഷ്ടമാണ്, അവിടുത്തെ കൾച്ചർ ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്, മര്യാദ ഇഷ്ടമാണ്. നമ്മൾ ഭയങ്കര അവരെപ്പോഴും നമ്മള് ഒരു സംബോധന ചെയ്യാം, അമ്മ എങ്ക പോവിങ്കമ്മ, എപ്പോ വരുവീങ്കമ്മ. ആൺകുട്ടികളാണെങ്കിലും അപ്പ അങ്ങ് പോകാതപ്പ, അങ്ങനെ ആ ഒരു മര്യാദ ഭയങ്കര ഉള്ളൊരു നാടാണ് തമിഴ്നാട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ കണ്ണൂർ എന്താണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം? കണ്ണൂരെല്ലാം ഇഷ്ടമാണ്. തെയ്യം ഫസ്റ്റ് തന്നെ തെയ്യമാണ്. ഞാൻ കണ്ണൂരിൽ നിന്ന് ഓർക്കുമ്പോൾ നമുക്ക് തെയ്യം, ഫുഡ്, ആൾക്കാർ. കണ്ണൂർ ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരുടെ നാടാണ് കേട്ടോ. ഏതൊരു വീട്ടിൽ പോയാലും നമ്മൾ ചായയൊക്കെ കുടിക്കാണ്ട് വീടില്ലാത്തൊരു നാടാണ് കണ്ണൂർ. പിന്നെ അവിടുത്തെ ഫുഡ് ഭയങ്കര നല്ല ഫുഡ്. പിന്നെ തെയ്യം കൾച്ചർ ഭയങ്കര രസമാണ്. പിന്നെ പയറ്റ്, കളരിപ്പയറ്റ്. നമ്മൾ ഉദയനൻ്റെ നാട്ടുകാരാണെന്ന് ഞങ്ങൾ പറയുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആയോധന കലയും ഒരു മാർഷൽ ആർട്സിനോട് എപ്പോഴും താല്പര്യമുള്ള ഒരു ആൾക്കാരായിരിക്കും ആ സൈഡിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാരെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പം സ്ത്രീകളാണെങ്കിലും നമ്മൾ പണ്ട് ഉണ്ണിയാർച്ചേനെ പറ്റിയും അല്ലെ തുമ്പോലാർച്ച നമ്മൾ കുറേ കഥകൾ കേട്ടിട്ടുണ്ട്. സോ കണ്ണൂർ മാത്രമല്ല കേരളം മുഴുവനും. കേരളത്തിനെ പറ്റി എനിക്ക് എപ്പോഴും ചിന്തിക്കുമ്പോൾ ഒരു ഡിഫറൻസ് ബിറ്റ്വീൻ തമിഴ്നാടും കേരളം എനിക്ക് തോന്നിയിട്ടുള്ള, കേരളം ഇസ് ഓൾവേസ് റിച്ച്. നമ്മളുടെ ആ ഒരു കളർ കോമ്പിനേഷൻ തന്നെ ഗോൾഡും വൈറ്റും അല്ലെ, നമ്മള് ആനയുടെ മറ്റേ എന്താ പറയാ പട്ടവും നെറ്റിപ്പട്ട ഭയങ്കര റിച്ചാണ് കേരളം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. വെൽത്തിലായാലും കൾച്ചറിലായാലും അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേരളത്തിനെ പറ്റി. അപ്പം ഞാനൊരു ഹാഫ് തമിഴ് ആൻഡ് ഹാഫ് മലയാളി മദ്രാസി എന്നുള്ള കോൺസെപ്റ്റ് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഈ കണ്ണൂർ പഠിച്ചോണ്ടാണ് മാർഷൽ ആർട്സിലൊക്കെ കുറച്ചും കൂടി ഒരു ഇൻട്രസ്റ്റ് വരാൻ കാരണം? അതെ, മാർഷൽ ആർട്സ് പഠിച്ചു. ഇപ്പോൾ ക്രൗമാഗയിലൊരു ക്രൗമഗ ആ ഒരു പേര് തന്നെ ഒരു വെറൈറ്റി, നമ്മൾ ഇതുവരെ കേൾക്കാത്ത ഒരു പേര് കേൾക്കാത്ത ഒരു മാർഷൽ ആർട്സ് ആണ്. അത് ജൂഡോ പോലെയുള്ള ഒരു മാർഷൽ ആർട്ട് ആണ്. അത് ഇസ്രായേൽ മാർഷൽ ആർട്ട് ആണ്. അത് ഇവിടെ ഉള്ള ഒരു മാർഷൽ ആർട്ട് അല്ല. അപ്പോൾ ഞാൻ നാഷണൽ ഗോൾഡ് ചാമ്പ്യൻ ആയിരുന്നു. ഞാനൊരു 2.5 വർഷം കോവിഡ് കഴിഞ്ഞപ്പം എന്തെങ്കിലും ആയോധന കല പഠിക്കാം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ്. ഇതൊരു സെൽഫ് ഡിഫെൻസിന്റെ ഒരു മാർഷൽ ആർട്ടാണ്, അല്ലാതെ നമ്മൾ വേറൊരു രീതിയിലല്ല. നമ്മളിപ്പോൾ ഒരു റോഡിലൂടെ ആരും നടന്നു പോയാലും ഒരാൾ നമ്മളെ ആക്രമിക്കാൻ വന്നാൽ നമുക്ക് എങ്ങനെ ഡിഫെൻഡ് ചെയ്യാം എന്നുള്ളൊരു മാർഷൽ ആർട്ടാണ്. അപ്പോൾ അതെനിക്കൊരു ഇൻട്രസ്റ്റ് ആയി. 2.5 വർഷം പഠിച്ചു. ഗോൾഡ് കിട്ടിയപ്പോൾ പിന്നെ വേൾഡ് ചാമ്പ്യൻഷിപ്പിന് പോകണം. അത് ലാത്വിയ എന്ന് പറഞ്ഞൊരു കൺട്രിയിലായിരുന്നു. അപ്പോൾ മമ്മൂട്ടി കമ്പനിയാണ് എന്നെ സ്പോൺസർ ചെയ്തത്. മമ്മൂക്കയും അതറിഞ്ഞ് അങ്ങനെ മമ്മൂക്കേൻ്റെ ഒരു ഹെൽപ്പ് ഉണ്ടായിരുന്നില്ലെങ്കിൽ എനിക്ക് പോകാൻ പറ്റില്ലായിരുന്നു. കാരണം എക്സ്പെൻസീവ് ആണ്. നമ്മൾ വേറെ രാജ്യത്ത് പോവുക, അവിടെ നമ്മൾ പെർഫോം ചെയ്യുക. അങ്ങനെ എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ട് എനിക്ക് ഇന്ത്യക്ക് വേണ്ടിയിട്ട് എന്താ പറയുക ബ്രോൺസ് മെഡൽ കിട്ടി. അതൊരു മൊമെൻറ്റ്, ഭയങ്കര ഒരു മൊമെൻറ്റാണ്. കാരണം ബാക്കി നമ്മൾ എന്തൊരു പ്രോഗ്രാമിന് പോയാലും നമ്മളെ പേരാ വിളിക്കാം. ഈ ഒളിമ്പിക്സ് അല്ലെങ്കിൽ ഈ ഒരു മാർഷൽ ആർട്സിൽ മാത്രമാണ് നമ്മളെ രാജ്യത്തിനെയാണ് വിളിക്കുക. എന്താ പറയുക ദ ബ്രോൺസ് മെഡൽ ഗോസ് ടു ഇന്ത്യ എന്നാണ് അവർ പറഞ്ഞത്. ദെൻ നമ്മളെ പേര് പറയും മന്ത്ര, നമ്മളെ സെക്കൻഡ് നെയിമാണ് പറയുക. ദ മന്ത്ര ഫ്രം ഇന്ത്യ എന്ന് പറയുമ്പോൾ അതൊരു ഭയങ്കര ഫീലാണ്. നമ്മൾ ഇന്ത്യയുടെ ഫ്ലാഗൊക്കെ പിടിച്ചിട്ട് നിൽക്കുക എന്നുള്ളത്, റെപ്രസെൻറ്റിങ് നമ്മളുടെ കൺട്രി. ദാറ്റ്സ് എ ഡിഫറെൻറ്റ് ലീഗ്. പിന്നെ നമ്മൾ ഈ ലോകമെമ്പാടുമുള്ള ഫൈറ്റേഴ്സിനെ മീറ്റ് ചെയ്യാൻ പറ്റുക. യുക്രൈൻ, പോളണ്ട്, സ്പെയിൻ, ഇതൊന്നും കളിക്കണ കളിയല്ലാണ്ടെന്ന് പറയണ പോലെ നല്ല പണിയാണ്. ഇടി കൊടുക്കാൻ മാത്രമല്ല, ഇടി വാങ്ങിക്കാനും പറ്റണം, എന്നാലേ നമുക്ക് കാര്യമുള്ളൂ. പിന്നെ ഇവിടെയുള്ള ആൾക്കാരെ കാണാൻ പറ്റി. പിന്നെ യുക്രൈനിൽ നിന്നൊക്കെ വന്ന കുട്ടികൾ അവരെ ഫ്ലാഗിൽ നമ്മളെ കൊണ്ട് എല്ലാം സൈൻ ചെയ്യിപ്പിച്ചു. കാരണം അവിടെ യുദ്ധം നടക്കുകയാണ്. അപ്പോൾ പല ലോകത്തിൻ്റെ ഭാഗങ്ങളിലും നമ്മളിവിടെ ഇങ്ങനെ ഇരുന്നിപ്പോൾ പാട്ടൊക്കെ കേൾക്കുമ്പോൾ പല രാജ്യങ്ങളിലും യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. അവർക്ക് ഒരു നിമിഷത്തിൽ അവരുടെ വീട് നഷ്ടപ്പെട്ടവരുണ്ട്, അവരുടെ ബന്ധുക്കളെ നഷ്ടമായവരുണ്ട്. ഹോപ്പില്ല. അവർ പറയുമ്പം എനിക്ക് തോന്നി അവർക്ക് നാളെ പോകാൻ സ്കൂളില്ല. ഒരു രാജ്യമേ ഇല്ലാത്തൊരവസ്ഥ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഒരു സ്കൂളില്ല, അവർക്ക് നാളെ എന്ത് ചെയ്യണം എന്നറിയില്ല, ജോലിയില്ല, വീടില്ല. 50 കോടി ബാങ്കിലുണ്ടായിരുന്നവരും 5 രൂപ കയ്യിലുണ്ടായിരുന്നവരും ഒക്കെ നമ്മളുടെ ആ ഒരു ഈ ഒരു കാരവാൻ പോലെയുള്ള ഒരു ഇതിൽ മറ്റ് ലോകാരോഗ്യ സംഘടനയുടെ ബ്രെഡൊക്കെ കാത്തു നിൽക്കുക എന്ന് പറയുന്ന അതൊരു ഭീകര ഒരു അവസ്ഥയാണ്.
അപ്പോൾ ഇതിനെ പറ്റിയിട്ടൊക്കെ യുക്രൈനിലുള്ള കുട്ടികളൊക്കെ വന്ന് നമ്മളുടെ അടുത്ത് പറയുക എന്നൊക്കെ ഇങ്ങനത്തെ കുറേ എക്സ്പീരിയൻസ് നമുക്ക് മനസ്സിലായി. അപ്പം ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഇന്ത്യ എന്ന് പറഞ്ഞ ഇറ്റ്സ് ട്രഷർ. നമ്മളെ രാജ്യം എന്ന് പറയണത് ഇത്രയും ഇന്ത്യയിലുള്ളത് കൊണ്ടാണ് നമുക്ക് ഇത്രയും മതങ്ങളൊക്കെ നമ്മൾ ഒരുമിച്ച് നമ്മൾ സന്തോഷത്തോടെ ജീവിക്കണേ. അപ്പം ഒരു ചെറിയൊരു സ്പാർക്ക് ഉണ്ടായാലും മതി യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ വരാൻ. അപ്പോൾ അത് ഒരിക്കലും നമ്മളിലേക്ക് എത്താതിരിക്കട്ടെ, എല്ലാവരും ഒത്തൊരുമിച്ച് ഇക്വാലിറ്റിയിൽ നിൽക്കട്ടെ, ഒരു കാര്യത്തിൻ്റെ പേരിലും ഇന്ത്യനെ ഡിവൈഡ് ചെയ്യാൻ പറ്റാതിരിക്കട്ടെ എന്നാണ് ആ യുക്രൈനിലുള്ള കുട്ടികൾ വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം എനിക്ക് തോന്നിയത്. നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ, നമുക്ക് നമ്മളെ ഒരു രാജ്യം ഇല്ലാണ്ടാവുമെന്നൊന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മളൊക്കെ എന്താ ചെയ്യണ്ടേ? അപ്പോൾ ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ഈ ലോകത്തിൽ നടക്കുന്നുണ്ട്, നമ്മളുടെ ഈ ഒരു കാര്യങ്ങൾ മാത്രമല്ല. അപ്പോൾ വല്ലപ്പോഴും അവരെ പറ്റി ചിന്തിക്കുക, പ്രാർത്ഥിക്കുക. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കും എവറി ഡേ. രാവിലെ എഴുന്നേൽക്കുമ്പം നമുക്കൊരു പർപ്പസിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് ഈ ലോകം കാണാൻ പറ്റി, നമ്മൾ സേഫാണ്, നമ്മളെ കൂടെ ഉള്ളവർക്കൊക്കെ ഹാപ്പിനെസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ആ ഒരു അവെയർനെസ് ഒക്കെ കിട്ടാൻ നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള യാത്രകളും കാര്യങ്ങളൊക്കെ നമ്മളെ സഹായിക്കും. പിന്നെ കാണുന്ന ഋതുമന്ത്രയ്ക്ക് ഒരു ഐഡന്റിറ്റി ഉണ്ട് മീഡിയയിൽ, അല്ലെ? ഋതുമന്ത്ര എന്ന് പറയുന്നത് നമ്മൾ അറിയും, പക്ഷെ ഫ്യൂ ഇയേഴ്സ് ബാക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഋതുമന്ത്ര നമുക്ക് ആർക്കും അറിയില്ലായിരിക്കും. അപ്പൊ അന്നുള്ള ഒരുപാട് നമുക്ക് റിജക്ഷൻസ് വന്നിട്ടുണ്ടാവും, ഈ ഫീൽഡിൽ എത്തിപ്പെടാൻ വേണ്ടി ഒരുപാട് റിജക്ഷൻസ് ഉണ്ടാവും. അതെല്ലാം കടന്നിട്ടാണ് ഋതു ഇന്നൊരു ഫെയിം ഉണ്ടാക്കിയത്. അപ്പൊ എന്ത് തോന്നുന്നു ആ ഒരു കാലഘട്ടം ഈ കാലഘട്ടം കൂടി നോക്കുമ്പോൾ? അതൊരു ഭയങ്കര ഒരു കാലഘട്ടമാണ്. ഞാൻ ബിഗ് ബോസ് നിന്ന് ഇറങ്ങിയപ്പം പലരും പറഞ്ഞ ഒരു കാര്യമാണ്, ഋതുമന്ത്രയ്ക്ക് ഓവർ എ നൈറ്റ് സ്റ്റാർഡം കിട്ടി എന്നുള്ളത്. ആ ഒരു ഓവർ എ നൈറ്റ് എന്ന് പറഞ്ഞ ഒരു 8 വർഷമായിരുന്നു ഓവർ എ നൈറ്റ്. കാരണം എൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ് ഞാൻ എടുത്തത്. കാരണം എനിക്ക് എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ അമ്മേനെ നോക്കണം, ഐ എം വെരി റെസ്പോൺസിബിൾ. അപ്പോൾ ആൾക്കാർ വന്നിട്ട് എൻ്റെ അടുത്ത് പലരും പറഞ്ഞിട്ട്, ഞാൻ കൊച്ചിലെ തൊട്ട് കേട്ടത് ഒരു കാര്യമുള്ളൂ, പഠിക്കുക, ജോലി വാങ്ങുക, അമ്മയെ നോക്കുക. ഇത് മാത്രമേ എൻ്റെ അടുത്ത് ആൾക്കാർ പറഞ്ഞിട്ടുള്ളൂ. കലയൊക്കെ ഉണ്ട്, പാട്ടൊക്കെ പാടും, അതൊക്കെ കോളേജിലും സ്കൂളിലും യൂത്ത് ഫെസ്റ്റിവൽസിൽ നിൽക്കുക. അത് കഴിഞ്ഞിട്ട് പഠിക്കുക, അമ്മേനെ നോക്കുക, കാരണം നിൻ്റെ അമ്മേനെ നോക്കാൻ വേറെ ആരുമില്ല. ഇത് കേട്ട് വളർന്നൊരു കുട്ടിയാണ് ഞാൻ. അപ്പോൾ ഞാൻ ഭയങ്കര ഫോക്കസ്ഡ് ആയിരുന്നു, പഠിക്കുക, അത് മാത്രമേ ഉള്ളൂ. എന്തോ ദൈവാനുഗ്രഹത്താലും ഞാനിവിടെ എത്തി എൻ്റെ ആഗ്രഹങ്ങൾ കൊണ്ട്. അപ്പോൾ ആ സമയങ്ങളിൽ നമ്മൾ ഇതിനെ പറ്റിയിട്ടൊന്നും ചിന്തിക്കണില്ല. അപ്പോൾ എൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞു മോഡലിംഗ് ചെയ്യണമെന്ന് അറിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞു നീ ഭയങ്കര ഒരു റിസ്ക് എടുക്കണേ, കാരണം എങ്ങാനും നീ ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ, നിനക്ക് അതിൽ എത്തിപ്പെടാൻ പറ്റിയില്ലെങ്കിൽ പിന്നെയും ഞാൻ ആദ്യം തൊട്ട് തുടങ്ങണം. അപ്പം ആദ്യം തൊട്ട് തുടങ്ങണ സ്ഥലം ഒരു സ്ക്രാച്ചാണ്, അവിടെ നിന്നാണ് ഞാൻ വന്നത് എന്നുള്ളത് കൊണ്ട് എനിക്ക് വലിയ പേടിയില്ല. പക്ഷെ ഞാൻ എപ്പോഴും ചിന്തിക്കും, എന്നെക്കാളും ഞാൻ ആ വഴിയിൽ കണ്ടിട്ടുണ്ട്, എന്നെക്കാൾ കൂടുതൽ നന്നായിട്ട് ടാലൻറ്റഡ് ആയിട്ടുള്ള സംസാരിക്കണ ഭംഗിയുള്ള കുട്ടികളൊക്കെ വയ്യാന്ന് പറഞ്ഞിട്ടിട്ട് പോയിട്ടുള്ളത് ഈ റിജക്ഷൻ കാരണം. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഇതിലേക്ക് എത്തിപ്പെടാൻ നമുക്ക് ആരെയും അറിയില്ല, നമുക്കൊരു ഗോഡ് ഫാദർ ഇല്ല എന്നുള്ളൊരു കാരണം കൊണ്ട്. പക്ഷെ ഞാൻ എന്തോ ചിന്തിച്ചു, ഞാൻ എന്തായാലും എത്തിയിട്ടേ ഉള്ളൂ, ഇനിയൊരു തിരിച്ചുപോക്കില്ല, ഡു ഓർ ഡൈ എന്ന് പറഞ്ഞിട്ടൊരു സിറ്റുവേഷനിൽ ഞാൻ ചിന്തിച്ചു. പിന്നെ എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചു എന്നുള്ളത് വലിയൊരു കാര്യം. എനിക്ക് ഒരു എഡ്യൂക്കേഷൻ ഉണ്ട്. അപ്പം ഞാൻ എല്ലാവരുടെ അടുത്തും പറയുക, എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റാണ്. ഒരു ഡിഗ്രി എങ്കിലും നമ്മൾ എടുത്ത് വെക്കുക, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ അടുത്ത് ഞാൻ പറയും. എന്നിട്ട് നമ്മൾ ഇതുപോലെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക. അത് നടന്നില്ലെങ്കിലും നമുക്ക് ഇതൊരു പ്ലാൻ ബി അല്ല, പക്ഷേ നമുക്ക് നമ്മളെ ഫ്യൂച്ചറിനെ നമുക്കൊരു ഫിയർലെസ് ആയിട്ട് ഫേസ് ചെയ്യാൻ പറ്റും. ഐ ക്യാൻ. അപ്പം നമുക്കൊരു സേഫ് ആയിട്ടുള്ള ഒരു സോണാണ്. അങ്ങനെ ഞാൻ ട്രൈ ചെയ്തു. ആദ്യം തന്നെ എൻ്റെ അടുത്ത് പലരും പറഞ്ഞത്, മോളെ ഇത് കുറച്ച് നാളൊക്കെ നിൽക്കുള്ളൂ, നിങ്ങൾക്കൊരു ഗോഡ് ഫാദർ ഇല്ലെങ്കിൽ നടക്കില്ല. അപ്പം ഞാൻ ഒരു ആളുടെ അടുത്ത് പറഞ്ഞു, എനിക്ക് ഗോഡ് ഫാദർ പോയിട്ട് ഫാദർ പോലും ഇല്ല, ഞാൻ ഇതാണ് പറഞ്ഞത്. അപ്പം എനിക്ക് ഗോഡ് ഫാദർ എന്നുള്ള ടൈമേ എനിക്ക് മനസ്സിലാവണില്ല. പക്ഷെ എനിക്ക് എന്നിൽ വിശ്വാസമുണ്ട്, എനിക്ക് ടാലൻ്റ് ഉണ്ട്, ദൈവം അത് വരച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ എത്തും. ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ടു ഗോഡ്, താങ്ക് ഗോഡ് ഓൾവേസ്. കാരണം ഞാൻ എത്തി, ബിഗ് ബോസ് വന്നു, ഇപ്പം ആൾക്കാർക്ക് എന്നെ അറിയാം. ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള ജേർണി ആയിരുന്നു. ഇപ്പം മിസ് സിഡ്നിക്കൊക്കെ പോയാൽ പോലും നമ്മളെ ഒന്നും ഒരു പുഷ് ചെയ്യാത്ത അവസ്ഥ. ഇപ്പം ആൾക്കാരൊന്നും, ഇപ്പം ഞങ്ങളുടെ ആ ഒരു ടൈമിൽ മിസ് ഇന്ത്യക്ക് പോയ തമിഴ്നാട് എന്നുള്ള കുട്ടികളൊക്കെ ഞങ്ങളെ വിളിച്ചിട്ട് പറയും, ഞങ്ങൾ ഇനാഗുറേഷൻ ചെയ്യാണ്, ഞങ്ങൾ കല്യാൺ പോലെയുള്ള വലിയ ബ്രാൻഡിൻ്റെ ഒരു ഫേസായി എന്നൊക്കെ പറയുമ്പോൾ, കേരളത്തിൽ നിന്ന് പോയ കുട്ടികളെ ശരിക്കും പറഞ്ഞാൽ അധികം ആൾക്കാർ അറിഞ്ഞിട്ടില്ല, നമുക്ക് ആ ഒരു എക്സ്പോഷർ കിട്ടിയിട്ടേ ഉണ്ടായിരുന്നില്ല. അതാരും കുറ്റമല്ല, ഞാൻ ആരെയും ബ്ലെയിം ചെയ്യുന്നില്ല, പക്ഷേ അത്രയും സ്ട്രഗിൾ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. പക്ഷേ എന്തായാലും ഐ എം ഹാപ്പി, നമുക്ക് ബിഗ് ബോസ് ഉണ്ടായി, അതിലൂടെ കുറേ ആൾക്കാർ അറിഞ്ഞു. സോ താങ്ക്സ് ടു ഏഷ്യാനെറ്റ്. കുറേ അമ്മമാരും ഒക്കെ ഇപ്പോഴാണെങ്കിലും ആൾക്കാർ വന്നിട്ടുള്ള ഒരു സ്നേഹം, അതൊരു വലിയൊരു കാര്യമാണ്. അപ്പോൾ ഇറ്റ് വാസ് എ ഗ്രേറ്റ് സ്ട്രഗിൾ. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വരാച്ചാൽ നമ്മളെല്ലാവരും പറയണ പോലെ നമുക്കൊരു ഗോഡ് ഫാദറോ അല്ലെങ്കിൽ അതിലേക്ക് നമ്മളെ ഒരു പാത്തിൽ അറ്റ്ലീസ്റ്റ് ഗൈഡ് ചെയ്യാൻ ആൾക്കാരുണ്ടാവണം. ഇല്ലയെന്ന് വെച്ചാൽ നമ്മളെയൊക്കെ പോലെ എന്ത് വന്നാലും നമ്മളായിട്ട് തന്നെ ഉള്ളൂ എന്ന് ചിന്തിക്കണ ഒരു കൂട്ടം കുട്ടികളായിരിക്കണം. നമ്മൾക്ക് ആ ഒരു വിശ്വാസം ഉണ്ടാവണം, ബിലീഫ്, അതാണ് എവറിത്തിങ്.
ഇഫ് യു ബിലീവ് ഇൻ യുവർ സെൽഫ് ഓട്ടോമാറ്റിക്കലി നമ്മളാവും എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? അത് തന്നെ, കോൺസ്റ്റന്റ് ആയിട്ട് അതിനെപ്പറ്റി തന്നെ ചിന്തിക്കുക. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് റിസ്ക്കും സ്ട്രഗിളും ഒക്കെ എടുത്താണ് ഈ ഫീൽഡിൽ വരുന്നത്. അതെ. അപ്പൊ ബിഗ് ബോസിൽ എത്തിപ്പെട്ടു. ആഫ്റ്റർ ബിഗ് ബോസ് എങ്ങനെയായിരുന്നു? ഗ്രേറ്റ്. കാരണം ഞാൻ ബിഗ് ബോസിനെ പറ്റി ചിന്തിച്ചൊരു ബിഗ് ബോസ് അല്ല. അവിടുത്തെ എക്സ്പീരിയൻസ് എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. മെൻ്റലി അത് സ്ട്രഗ്ലിംഗ് ആണ്. കാരണം മെൻ്റലി എത്രത്തോളം നമ്മൾ സ്ട്രോങ് ആവാം എന്നുള്ള ഒരു പ്ലാറ്റ്ഫോമാണത്. കഴിഞ്ഞപ്പോൾ എനിക്ക് ഞാൻ പറയാൻ പറ്റുകയെന്ന് വെച്ചാൽ, പോയവരുടെ അടുത്തൊക്കെ നമ്മൾ ആ 100 ദിവസം ഒന്നും അല്ല ലൈഫ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങുമ്പം ഈ ആൾക്കാർ നമ്മളെ സ്നേഹിക്കുക, ഓടി വന്നിട്ട് മോളെ ഇഷ്ടമായിരുന്നു എന്ന് പറയണ ഒരു കാര്യം മതി. അത് ചിലപ്പോൾ നമ്മൾ എത്ര സിനിമകൾ ചെയ്താലും നമുക്ക് കിട്ടില്ല. സിനിമ എന്ന് വെച്ചാൽ ആ സിനിമ എല്ലാവരും കാണണം, അല്ലെ, അത് ഹിറ്റാവണം. പക്ഷെ ഇതെന്ന് വെച്ചാൽ 100 ദിവസം നമ്മളെ ഇവർ കണ്ട് എല്ലായിടത്തും പോകുമ്പോൾ അമ്മമാരൊക്കെ ഓടി വന്നിട്ട് പറയും, മോൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അമ്മ ഒറ്റയ്ക്കാണ്, അമ്മ സുഖമായിരിക്കണം, അമ്മയെ പറ്റി അന്വേഷിക്കണവരുണ്ട്. എയർപോർട്ടിലൊക്കെ പോകുമ്പോൾ സിംഗിൾ പാരൻ്റ് ആയിട്ടുള്ള അമ്മമാർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട്, ഋതുയുടെ അമ്മേനെ കണ്ടപ്പോൾ ഞങ്ങളെ മക്കളെയും ഇതുപോലെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വിടാം, ഒരു ദിവസം അവരും നമ്മളെ എന്താ പറയുക പ്രൗഡാക്കും എന്നൊക്കെയുള്ള മൊമെൻറ്റ്സ്. പിന്നെ കുട്ടികൾ ഇതുപോലെ അമ്മമാരെ നോക്കുന്ന പിള്ളേർ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഈ മോഡലിംഗ് ഒക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗ്രാമത്തിൽ നിന്നൊക്കെ വന്ന പിള്ളേർ പറഞ്ഞിട്ടുണ്ട്, ചേച്ചിനെ കാണുമ്പോൾ ഞങ്ങൾക്ക് ഇൻസ്പിറേഷനാണ്. ഇതൊക്കെ തന്നെ ഉള്ളൂ. നമ്മളെ ലൈഫിൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല എന്ന് ഞാൻ ചിന്തിക്കണ ഒരാളാണ്. നമ്മൾ കാരണം ഒരാളെങ്കിലും ഒരു മാറി ചിന്തിക്കുക, ഞങ്ങളെ കൊണ്ട് പറ്റും, അല്ലെങ്കിൽ ഓക്കെ അയ്യോ ഇതൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല കേട്ടോ, അയ്യോ ഇതൊക്കെ വലിയ ആൾക്കാർക്കാണ് എന്ന് ചിന്തിക്കാൻ പറ്റാതെ നമ്മളെ കണ്ടിട്ടൊക്കെ ചെയ്യാൻ പറ്റുക എന്നുള്ളത് തന്നെയാണ്. അതാണ് എനിക്ക് ബിഗ് ബോസിലൂടെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വന്ന മാറ്റം. എനിക്ക് ഫ്ലാറ്റൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല, അതല്ല ഞാൻ പോയപ്പോഴും ഇതേ ചിന്തിച്ചിട്ടുള്ളൂ, ജെന്യുവനായിട്ട് നിൽക്കുക. അത് കഴിയുമ്പോഴും ഇറങ്ങുമ്പോൾ ആൾക്കാർ ഫ്ലാറ്റിന് വേണ്ടി എന്തൊക്കെയോ ചെയ്ത് കൂട്ടിയല്ലോ എന്നല്ലാതെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതെല്ലാവർക്കും കിട്ടില്ല അവരിഷ്ടം, അല്ലേ? അത് ഭയങ്കര ബ്ലെസ്സിങ് ആണ് കേട്ടോ, ഭയങ്കര ബ്ലെസ്സിങ് ആണ്. അതിപ്പോ ഞാൻ കണ്ടു വരുമ്പോ എല്ലാരും വന്ന് പറയായിരുന്നു, ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു വോട്ട് ചെയ്യുക എന്ന് ആലോചിക്കുക. നമുക്ക് വേണ്ടിയിട്ട് അവര് ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് വോട്ട് ചെയ്യുക, എനർജി വേസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുക, ഋതു ജയിക്കണം, അങ്ങനെയൊക്കെ. അതൊക്കെ വളരെ ഒരു മുൻപരിചയമില്ല. ഇതിപ്പോ ആ പ്ലാറ്റ്ഫോമിൽ നമ്മൾ അങ്ങനെയുള്ളത് അവർ നമ്മളാണോ എന്ന് പോലും അവർക്കറിയില്ല. ഞങ്ങളുടെ ഒക്കെ സമയത്ത് ഇങ്ങനെ നമുക്ക് ഈ PR അങ്ങനെ ഒന്നുമില്ല. അപ്പൊ കുറെ ആൾക്കാരൊക്കെ നമ്മളെ ഇഷ്ടമുള്ളവർ ഗ്യാദർ ചെയ്യും, അവരാണ് ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കണോ, ആർമിയൊക്കെ ഫോം ചെയ്യണോ, നമുക്ക് വേണ്ടിയിട്ട് 100 ദിവസം അവരെ ജോലിയൊക്കെ കളഞ്ഞു നിന്ന് ഫൈറ്റ് ചെയ്യണോ എന്നൊക്കെ പറഞ്ഞാല് അതൊക്കെ ഭയങ്കര ദൈവാനുഗ്രഹം. അപ്പൊ ഇത്തവണത്തെ ബിഗ് ബോസ് കണ്ടിട്ടുണ്ടായിരുന്നോ? ഇല്ല, ഞാൻ അങ്ങനെ ബിഗ് ബോസ് കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ആ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് ഒരാൾ ഇഷ്ടമായ പിന്നെ നാളെയും നമ്മളത് കാണണം എന്നുള്ളൊരിത്. എനിക്ക് ഈ ഒരു പ്രാവശ്യം എനിക്ക് വർക്ക്സ് ഉണ്ടായിരുന്നു. ഞാൻ കസക്കിസ്ഥാനിൽ ഒരു തെലുങ്ക് ഫിലിം ഷൂട്ട് ചെയ്യായിരുന്നു. അതുകൊണ്ട് എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് കാണാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കണ്ടില്ല. ഇപ്രാവശ്യം ഏറ്റവും വലിയ ചർച്ചയായ ഒരു കാര്യമാണ് PR വർക്ക്. അപ്പൊ എന്താണ് അതിനെ പറ്റി പറയുന്നത്? നിങ്ങൾ ഒരുപാട് സീസൺ കണ്ടിട്ടുള്ള ആൾക്കാരാണ്, ഒരു സീസണിൽ പങ്കെടുത്ത ആൾക്കാരാണ്. ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നു ഇതുപോലെ ഒരു PR വർക്ക്? PR ഞങ്ങളുടെ സീസണിൽ വളരെ കുറച്ച് പേർക്ക് ഉണ്ടായിരുന്നു. നമുക്കറിയില്ല, ആകെ ഒരു സീസണെ മര്യാദയ്ക്ക് കഴിഞ്ഞുള്ളൂ. 2ാമത്തെ സീസൺ 70ാമത്തെ ദിവസം നിന്നു. ഞങ്ങളിലാണ് പിന്നത്തെ സീസൺ. നമ്മളിത് ആരോടുത്ത് വിളിച്ച് ചോദിക്കാനോ, ഇപ്പോഴത്തെ ആൾക്കാർ ഞാൻ കേട്ടത് അവർ പോണത് ഇവരൊക്കെ വിളിച്ച് എല്ലാം ചോദിച്ച് അവർ ഫുൾ പ്രിപ്പയർഡ് ആണ്. 100 ദിവസം ഡ്രസ്സൊക്കെ എടുത്ത്. ഞങ്ങളൊക്കെ എന്ന് വെച്ചാൽ ഫുൾ റിപ്പീറ്റ് ചെയ്തിട്ടിട്ടുണ്ട് ഡ്രസ്സ്. കാരണം നമുക്കറിയില്ല ഇത് എന്നാണ് പുറത്തേക്ക് പോണത്. പിന്നെ നമ്മളുടെ സമയത്ത് കൊറിയർ സർവീസ് ഒന്നും ഉണ്ടായിരുന്നില്ല ചെന്നൈയിലേക്ക്. അപ്പം നമ്മൾ ഇട്ട ഡ്രസ്സൊക്കെ നമ്മളൊരു വീട്ടിൽ എങ്ങനെയാണോ നമ്മൾ അതുപോലെ തന്നെയാണ് നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പം PR ഒന്നും ഞങ്ങൾ കേട്ടിട്ടേ ഇല്ലാത്ത കാര്യമാണ്. എന്ത് PR നമ്മൾ പോവാ. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഞാനും മറ്റേ നോബിച്ചേട്ടനുണ്ടല്ലോ ആക്ടർ, ഞങ്ങളൊക്കെ മറ്റേ പൊട്ടനാട്ടം കാണാൻ പോയത് ഇത് എന്താന്ന് പോലും അറിയാണ്ട് പോയ ആൾക്കാരാണ്. ചിലപ്പോൾ അതായിരിക്കും, അതുകൊണ്ടായിരിക്കും നിന്ന് പോയിട്ടുണ്ടാവുക. ഇത് എന്താന്നൊക്കെ അറിഞ്ഞ് ഭയങ്കര പ്രിപ്പയർഡ് ആയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിൽക്കാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പൊ PR ഒന്നും അറിയില്ലായിരുന്നു. ഇപ്പൊ PR ഉണ്ട്, നല്ല കാര്യം. കാരണം അവര് ആൾക്കാരിലേക്ക് കൂടുതൽ എത്താണ്, അവർക്ക് നല്ല വർക്ക്സ് കിട്ടുന്നുണ്ട്, അവരുടെ ടാലൻ്റ് ഒക്കെ അവർക്ക് വേറൊരു പ്ലാറ്റ്ഫോമിലേക്ക് എൻലാർജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഫ്ലാറ്റൊക്കെ കിട്ടുന്നുണ്ട്. നല്ല കാര്യമല്ലേ, മോശമൊന്നുമല്ല. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ PR മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത ആൾക്കാർക്ക് വോട്ട് ചെയ്യാതിരിക്കുക എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. കാരണം നമ്മൾ കാണുന്നത് ന്യൂസ് എന്ന് പറയുന്നത് സത്യമല്ല, വാർത്ത എന്ന് പറയുന്നത് സത്യമല്ല. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ന്യൂസ് ക്യാൻ ബി എ ഫോൾസ് ഓൾസോ, അല്ലേ? നുണയായിട്ടും നമ്മളെ ന്യൂസായിട്ട് ഇപ്പം എന്തൊക്കെ വരുന്നുണ്ട്. യൂട്യൂബ് തുറന്നാലും നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നാലും ഇങ്ങനെ ഫോട്ടോ വെച്ച് ഓരോന്നും ഇങ്ങനെ ആൾക്കാർ പടച്ചു വിടാണ്. അതൊക്കെ ആൾക്കാർ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഈ PR ഒരു ദൂഷ്യവശം ഇതാണ്.
അപ്പോൾ ആൾക്കാർ വെറുതെ ഇങ്ങനെ ഇങ്ങോട്ട് വിശ്വസിച്ചിട്ട് ഇങ്ങനെ വോട്ട് ചെയ്യുക, അതൊന്നും ചെയ്യാതിരിക്കുക. ജെനുവിൻ ആയിട്ടുള്ള ആൾക്കാർക്ക് വോട്ട് ചെയ്താൽ ഒരു നല്ലൊരു കാര്യമായിരിക്കും എന്ന് എനിക്ക് തോന്നി. അത്രയേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ബിഗ് ബോസ് സീസണിൽ ഋതു ഉണ്ടായിരുന്ന ഒരു സീസണിൽ മണിക്കൂട്ടം പറയുന്നുണ്ട് ഋതുവിൻ്റെ ഒരു പാട്ട്, ആ പാട്ട് എപ്പോൾ പാടണമെന്ന് തോന്നിയാലും എൻ്റെ ചെവിട്ടിൽ വന്ന് പാടിക്കോളൂ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ്, ഇപ്പോഴും ഉണ്ടോ മണിക്കൂട്ടനൊക്കെ ആയിട്ടുള്ള ഒരു കണക്ഷൻ? എല്ലാവരുമായിട്ടും റിലേഷൻഷിപ്പിലാണ് ഞങ്ങൾ എല്ലാവരും. അപ്പോൾ കഴിഞ്ഞ ദിവസം റംസാനെ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു അവാർഡ് ഷോയിൽ. മണിക്കൂട്ടൻ ചേട്ടനെ കാണാറുണ്ട്, സൂര്യ, എല്ലാവരും, അനൂപേട്ടനെ കാണാറുണ്ട്, നോബി ചേട്ടനെ കാണാറുണ്ട്, എല്ലാവരും കാണാറുണ്ട്. പലപ്പോഴും ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയവർക്ക് ആ ഒരു ഹൗസിൽ ഉണ്ടായ ഒരു കണക്ഷൻ പിന്നീട് ഉണ്ടാവാറില്ല. അപ്പൊ നിങ്ങൾ ആ കണക്ഷൻ ഇപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ട്. എന്താണ് അതിന്റെ ഒരു സീക്രട്ട്? എല്ലാവരും ഇല്ല കേട്ടോ, ഞങ്ങളെ സീസണിൽ എല്ലാവരും ഇല്ല, വളരെ കുറച്ച് പേരേ ഉള്ളൂ. ഇതെന്താ വെച്ചാൽ ഞങ്ങളൊക്കെ സീസൺ ഭയങ്കര സീരിയസ് ആയിപ്പോയി. ഇപ്പം എന്ന് വെച്ചാൽ ഇവർ പഠിച്ചിട്ടാണ് പോണത്. ഞാൻ പറയണില്ല, ഇവർക്ക് അറിയാം എത്ര ക്യാമറകളുണ്ട്, എവിടെയൊക്കെ നോക്കി എന്തൊക്കെ പറയണം. ഇവരിതൊക്കെ കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ടാണ് പോണേ. നമ്മളൊരു സീസൺ എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീസൺ ഞങ്ങളുടെ സീസണും ഫസ്റ്റ് സീസണുമാണ്. ഗംഭീര കണ്ടസ്റ്റൻസ് ആയിരുന്നു. ഒരു ഹാഫ് നമുക്ക് അറിയണ ഫെമിലിയർ ആയിട്ടുള്ള ഭാഗ്യ ചേച്ചി, നോബി ചേട്ടൻ, മണിക്കുട്ടൻ ഒക്കെ പോലെയുള്ള റംസാൻ, എല്ലാവരും നോൺ ആൾക്കാരാണ്. പിന്നെ ഞങ്ങളെ പോലെ കുറച്ച് പേരുണ്ടായിരുന്നു വെൽ നോൺ അല്ലാത്ത. ഇപ്പം സൂര്യയും കുറേ സിനിമകൾ ചെയ്തു, ഞാൻ, പിന്നെ ഡിംപൽ, കുറച്ച് കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഭയങ്കര ബാലൻസ് ആയിരുന്നു. അപ്പോൾ ഇവരൊക്കെ എന്ന് വെച്ചാൽ ഭയങ്കര സ്ട്രഗിളിൽ നിന്ന് വന്ന ആൾക്കാരാണ്. അപ്പോൾ എല്ലാവരും ഭയങ്കര ഹെവി കണ്ടസ്റ്റൻസ് ആകുമ്പോൾ എന്ന് വെച്ചാൽ സംഭവം ഭയങ്കര സീരിയസ് ആയി പോകും. അതുകൊണ്ടാണ് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷനൊന്നും ഇല്ലാത്ത. മറ്റേതെന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചിട്ട് വരികയാണ്. നമ്മൾ 100 ദിവസം ഇവിടെ നിൽക്കണോ, ഇതാണ്, നമ്മളൊരു സ്ക്രീൻ പ്ലേ ഒക്കെ ഉണ്ടാക്കി ഇത് കഴിയുമ്പോൾ നമുക്ക് ഇവിടുന്ന് വിട്ടിട്ട് പോവാം. അത് ഞങ്ങൾ സീസണിൽ ഉണ്ടായില്ല. അതുകൊണ്ടാണ് പലരും കോണ്ടാക്റ്റ് ഇല്ലാത്ത. അത്രയേ ഉള്ളൂ. അത് നമുക്ക് ചിലപ്പം സംഭവിക്കാം. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ അത്രയും മെൻ്റലി ടോർച്ചർ ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ അയാളെ കാണുമ്പോൾ സംസാരിക്കാൻ തോന്നാത്തത് അതാരെയും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ആരെയും ജഡ്ജ് ചെയ്യാനുള്ള കഴിവൊന്നുമില്ല. മനുഷ്യന്മാർ ജീവിക്കണത് അവരുടെ മനോധർമ്മം അനുസരിച്ചിട്ടാണ്. ഇത് മുമ്പ് പറഞ്ഞു കേട്ടിട്ടുണ്ട്, എൻ്റെ ഏറ്റവും വലിയ ബലഹീനത എന്ന് പറഞ്ഞാൽ ഞാൻ ബ്ലൈൻഡ് ആയിട്ട് ആൾക്കാരെ വിശ്വസിച്ച് പോകുന്നു. അങ്ങനെയുള്ള ആളെങ്ങനെ ബിഗ് ബോസിൽ ഇത്രയും ദിവസം പിടിച്ചു നിന്നു? ഞാൻ ബ്ലൈൻഡ് ആയിട്ട് അന്ന് ചിലപ്പോൾ ഉണ്ടായിരുന്നിരിക്കും. ഇപ്പം അല്ല, ഇപ്പം ഞാൻ പഠിച്ചു വരുന്നുണ്ട്. ഇപ്പൊ നമുക്കറിയാം ആൾക്കാരെ കാണുമ്പോൾ ഇവരെന്താ പറയാന്നൊക്കെ അറിയാം. പക്ഷെ വിശ്വസിച്ചു എന്ന് അഭിനയിക്കല്ല, വിശ്വസിച്ചു എന്ന് നമ്മൾക്ക് അവരെ വെക്കണത് കൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. അത്രയേ ഉള്ളൂ. എല്ലാവരെയും നമ്മൾ എന്താ പറയുക ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിക്കരുത് എന്നൊക്കെ ഇപ്പം മനസ്സിലായി. പക്ഷെ ഞാൻ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പം ഞാൻ ഓട്ടോമാറ്റിക്കായിട്ടും എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളും എന്നെ പോലെയെന്ന് ചിന്തിച്ച ഒരാളായിരുന്നു. ചിലപ്പം അന്നായിരിക്കും ഇത് പറഞ്ഞിട്ടുണ്ടാവുക, എനിക്കറിയില്ല. അങ്ങനെ ഒരു കാര്യം എനിക്കുണ്ടായിരുന്നു. അപ്പം ഞാൻ മോളെൻ്റെ അടുത്ത് പറഞ്ഞാൽ ആണോ, ഞാൻ അങ്ങനെ വിശ്വസിക്കും. ഞാൻ എനിക്ക് എന്നെ പോലെ തന്നെയാണെന്ന്. കാരണം ഞാൻ എൻ്റെ വീട്ടിലൊരു മോളേ ഉള്ളൂ. അപ്പം എനിക്ക് വേറൊരു പേഴ്സണാലിറ്റീനെ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഉള്ളത് അമ്മയാണ്. അമ്മ എപ്പോഴും സ്നേഹമാണല്ലോ. അമ്മമാരെന്ന് പറഞ്ഞാൽ അവർ സ്നേഹം തന്നെയാണ്. അപ്പം ഈ ഒരു ഇതിൽ വളർന്ന ഒരാളുടെ അടുത്ത് പോയിട്ട് ഞാൻ ആൾക്കാരെ അധികം കണ്ടിട്ടില്ല. അപ്പം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ബിഗ് ബോസിൽ നിൽക്കാൻ. കാരണം നമ്മളെ ഇഷ്ടമില്ലാത്ത ആൾക്കാരുടെ കൂടെ നമ്മൾ നിൽക്കുകയാണേ. പക്ഷെ കുഴപ്പമുണ്ടായിരുന്നില്ല. ഒരു എക്സ്പീരിയൻസ് ആണ്. അങ്ങനെ എപ്പോഴെങ്കിലും ഒരു പണി കിട്ടിയിട്ടുണ്ടോ ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിച്ച ലൈഫിലോ? ഇഷ്ടം പോലെ പണി കിട്ടിയിട്ടുണ്ട്. പിന്നെ അത് നമ്മൾ പഠിച്ചു വരാണ്. ഇനിയിപ്പോൾ ചിലപ്പോൾ ഞാൻ ഭയങ്കര സെൻസിറ്റീവ് ആയതുകൊണ്ട് ഇങ്ങനെ ഒരാൾ വന്ന് വിഷമം പറഞ്ഞാൽ ഞാനും അവരോട് ഇരുന്ന് കരയും. എനിക്ക് ഒരു കുട്ടിയൊക്കെ വന്നിട്ട് ചേച്ചി ഞാൻ കഷ്ടപ്പെട്ടൊരു ഡിസൈനർ ഷോപ്പ് ഉണ്ടാക്കുകയാണ്, ഒന്ന് ഇനാഗുറേഷൻ ചെയ്ത് തരണം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ട് പേയ്മെൻ്റ് ഒക്കെ തരാതെ, അങ്ങനെയൊക്കെ കുറേ സീൻസ് ഉണ്ടായിട്ടുണ്ട് ലൈഫിൽ. ഞാൻ പിന്നെ വിചാരിക്കും പോട്ടെ, അങ്ങനെയൊക്കെ. പിന്നെ ഇപ്പോൾ പഠിച്ചു, ഇപ്പം നമ്മളത് എക്സ്പീരിയൻസ്ഡായി. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ വിശ്വസിച്ചു അങ്ങനെയൊക്കെ. കുഴപ്പമില്ല, അത് രസമല്ലേ? അവർക്കല്ലേ പോയത്, നമുക്ക് എന്ത് പോയി? നമ്മളെ പോലുള്ള ഒരു ആൾക്കാരുടെ കോണ്ടാക്ട് അവർക്ക് പിന്നെ കിട്ടില്ല. ഒരാളെ ഒരു പ്രാവശ്യമല്ലേ പറ്റിക്കാൻ പറ്റുള്ളൂ, പിന്നെ പറ്റിക്കാൻ പറ്റില്ല. അവർക്കല്ലേ പോണേ, നമുക്ക് എന്ത് പോവാന്? പിന്നെ ഋതുവിനെ പറ്റി പറയുമ്പോൾ എല്ലാവരും എടുത്ത് പറഞ്ഞ ഡ്രൈവിംഗ് ഭയങ്കര ഒരു ക്രേസ് ആണല്ലേ? അതൊക്കെ ആരെ പറഞ്ഞു? നമ്മൾ ഗൂഗിളിൽ നോക്കിയപ്പോ അങ്ങനെ കണ്ടേ. ഡ്രൈവിംഗ് ഇല്ലേ? ഇപ്പൊ ബൈക്കിൽ കയറിയിട്ടുള്ള ഫോട്ടോസും ഫെയിമൊക്കെ ഇതാണ് ഈ ഗൂഗിളിൽ നിന്നും അധികം വിശ്വസിക്കരുത്. അത് വെറുതെ ഫോട്ടോ ഇട്ടതാ. ഞാൻ ഞാൻ കാർ ഓടിക്കുന്നേ ഉള്ളൂ. അത് ഭയങ്കര ക്രേസ് ഒന്നുമില്ല. എനിക്ക് എപ്പോഴും ഇഷ്ടം പാസഞ്ചർ സീറ്റിലിരുന്ന് ഇങ്ങനെ ഈ ലോകം കണ്ടു പോകാനാണ്. ഞാൻ ഭയങ്കര യൂണിവേഴ്സിന്റെ ആളാണ്. എനിക്ക് ഇങ്ങനെ എല്ലാ എലമെന്റ്സും കാണുക, എല്ലാം ഇങ്ങനെ കണ്ടുപോകാൻ ഇഷ്ടമുള്ള ഒരാളാണ്. അമ്മ പറയാ പണ്ട് ഏതോ ഇല്ലത്ത് കഴിഞ്ഞ ജന്മത്തിൽ ജനിച്ചൊരു കുട്ടി, അപ്പൊ ബാക്ക് സീറ്റിൽ ഇരുന്ന് ഇങ്ങനെ പോയി പരിചയമുണ്ട്. അതാണ് ഇപ്പോഴും ബാക്ക് സീറ്റിൽ ഇരിക്കുക എന്നുള്ളൊരു ആഗ്രഹമുള്ള ഒരാളാണ്. അപ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്ന വേറൊരു ചോദ്യം എന്ന് പറയുന്നത് ഋതു സിംഗിൾ ആണോ കമ്മിറ്റഡ് ആണോ എന്നാണ്.
അതറിയാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ഫാൻസ് ഉണ്ട്. ഞാൻ സിംഗിളാണ്. സിംഗിൾ ആണ്. അതെ. കമ്മിറ്റഡ് ആവാൻ എന്തെങ്കിലും പ്ലാൻ? എനിക്കറിയില്ല അതിനെ പറ്റി. ഇതൊന്നും ഞാൻ വലിയ ചിന്തകളില്ല എന്നുള്ളതാണ്. ഭയങ്കര ഹാപ്പി ആയിട്ട് സുഖമായിട്ട് ഇങ്ങനെ പോവാണ്. ആവണമെങ്കിലാവാം, ഇല്ലെങ്കിൽ വേണ്ട. ഇതൊക്കെ വലിയ ഇപ്പോൾ ടെൻഷൻ എടുക്കുന്ന കാര്യമല്ല. അപ്പോൾ ഒരു മീഡിയ ഫെയിം ആയതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പം നേരിടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിലത്തെ ട്രോൾസ് ആണ്. ഈ ട്രോൾസിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു? ഞങ്ങളൊക്കെ സീസണിൽ ഭയങ്കരമായിട്ടും സോഷ്യൽ മീഡിയ അറ്റാക്ക് നേരിട്ട ആളാണ് ഞാൻ. ഞാൻ മാത്രമല്ല, ഞങ്ങളുടെ സീസണിൽ കുറേ പേര്. അപ്പോൾ അതൊക്കെ നേരിടുക എന്ന് മാത്രമേ ഉള്ളൂ. അതൊക്കെ ഒരു ഫേസാണ്. നമ്മൾ കാണുക, വിഷമിക്കുക, എന്താണ് ആൾക്കാർ നമ്മളെപ്പറ്റി ഇങ്ങനെ പറയണേ. കാരണം അവർക്കൊന്നും അറിയില്ല. എന്നിട്ടും ഈ അറ്റാക്ക് നമ്മൾ നേരിടണം. കാരണം അപ്പുറത്തെ ഇപ്പം എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്ക് മോളെ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ലേ ബിഗ് ബോസിൽ. അപ്പോൾ ആ ഫാൻസുകാർ വന്നിട്ട് നമ്മളെ കുറ്റം പറയും, നമ്മളെ അമ്മേനെ ചീത്ത പറയണു. ഒരു കാര്യമില്ല, വീട്ടിലിരിക്കുന്ന അമ്മമാരെയൊക്കെ പറയാണ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യത്തിൽ നമുക്ക് വിഷമം വരും. സ്വാഭാവികമായിട്ട് വിഷമം വരണം. അത് കണ്ടു, പിന്നെ മനസ്സിലാക്കി ഇതാണ് ഈ വേൾഡ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ കൂടുതൽ ബോദർ ചെയ്യാനില്ല. അത്രയേ ഉള്ളൂ. ഇഗ്നോറിങ് ഇട്ട് നമ്മൾ ഇതിനൊന്നും വലിയ തലയിൽ വെക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഒരു ആക്ടറാണ്. അപ്പോൾ ഏതാണ് ഇനി പുതിയതായിട്ട് ഇറങ്ങാനുള്ള സിനിമകൾ? ഇനി ഒരു വെബ് സീരീസ് മലയാളത്തിൽ ഇറങ്ങാനുണ്ട്. ഐസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മനു അശോകൻ സാറില്ലേ ഉയരെ ചെയ്ത സെയിം ടീമാണ്. സോണി ലിവിലേക്ക് വരും. പിന്നെ തെലുങ്ക് ഒരെണ്ണം ചെയ്തു, അത് അവിടെ റിലീസായി. ഇപ്പോൾ വേറെ ഒരെണ്ണം ചെയ്തുകൊണ്ടിരിക്കണു. കസക്കിസ്ഥാനിൽ ഷൂട്ടൊക്കെ കഴിഞ്ഞു. ഇനി ഹൈദരാബാദിൽ സെക്കൻഡ് സ്കെഡ്യൂള്. ഇതാണ് ഇനി ഇറങ്ങാനുള്ളത്. ക്യാരക്ടറുകൾ എന്തെങ്കിലും ഉണ്ട്? ഇതുപോലത്തെ ഒരു ക്യാരക്ടർ കിട്ടി ഞാൻ സൂപ്പറായിട്ട് ചെയ്യും തോന്നിയ ഏതെങ്കിലും ഒരു ക്യാരക്ടർ എടുത്തിറങ്ങിയ സിനിമയോ അല്ലെങ്കിൽ മുമ്പ് കണ്ടിട്ടുള്ള ഏതെങ്കിലും സിനിമകളോ? അങ്ങനെ കുറേ ഉണ്ട്. എനിക്ക് അരുന്ധതി എന്ന് പറഞ്ഞ സിനിമ ഭയങ്കര ഇഷ്ടമാണ്. തെലുങ്കിലെ അരുന്ധതി ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനത്തെ ക്യാരക്ടേഴ്സൊക്കെ വന്ന് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ആഗ്രഹിച്ചിട്ടുണ്ട്. പിന്നെ അവരൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇനി അതിന് ട്രോള് വാങ്ങാനുള്ള എന്തിന് നാട്ടുകാരെടുത്ത് ട്രോള് വാങ്ങണം? കുറേ സിനിമകൾ എനിക്ക് എന്ന് സ്വന്തം ജാനകി കുട്ടി എന്ന് പറഞ്ഞ സിനിമയില് ആ ചഞ്ചല് ഇത് ക്യാരക്ടർ ചഞ്ചൽ ഭയങ്കര രസമുണ്ടായിട്ടില്ലേ? അങ്ങനത്തെ സിനിമകൾ ഒക്കെ ഇഷ്ടമാണ്. പിന്നെ എനിക്ക് കുട്ടി ശ്രാങ്ക് എന്ന് പറഞ്ഞ സിനിമയിൽ പത്മപ്രിയ മാം ചെയ്തൊരു ക്യാരക്ടർ ഉണ്ട്, ഒരു ബുദ്ധ മോങ്കിന്റെ ഒരു ക്യാരക്ടർ. അങ്ങനെയൊക്കെയുള്ള ക്യാരക്ടേഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ ഫിലിം സ്റ്റഡീസ് ആണ് പഠിച്ചത്. അതുകൊണ്ട് നമ്മൾ ഒരു വർഷം കണ്ട സിനിമകൾ മുഴുവൻ ക്ലാസിക് സിനിമകളാണ്. ഇപ്പം മമ്മൂക്കേൻ്റെ ഒക്കെ കണ്ടിട്ടുള്ള സിനിമകൾ മുഴുവൻ കുട്ടി ശ്രാങ്കും കയ്യൊപ്പും പാലേരി മാണിക്യവും പിന്നെ ടി ഡി ദാസൻ സ്റ്റാൻഡേർഡ് 6 എന്ന് പറഞ്ഞിട്ടൊരു സിനിമയുണ്ട്. ഇങ്ങനത്തെ ക്ലാസിക് ഫിലിംസ് ആണ് കണ്ടിട്ടുള്ളത്. ഇംഗ്ലീഷ് ആണെങ്കിലും കിം കിഡുക്കിൻ്റെ സിനിമകളും അക്കീര കൊറീസോവ. എനിക്ക് ഫസ്റ്റ് സിനിമ അടൂർ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ, ശ്യാമപ്രസാദ് സാറിൻ്റെ, ലെനിൻ രാജേന്ദ്രൻ സാറിൻ്റെ മഴ പോലുള്ള സിനിമകൾ. ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് എപ്പോഴും ഒരു ആർട്ട് സിനിമകളാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്. ഇപ്പൊ കയ്യൊപ്പ് എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടോ മമ്മൂക്കേൻ്റെ? ആ സിനിമ കണ്ടിട്ട് എനിക്കൊരു ഒരു ആഴ്ച ആ സിനിമ എന്നെ ഡിസ്റ്റർബ് ചെയ്തിട്ടുള്ള സിനിമയാണ്. അതിൽ മമ്മൂക്ക ലാസ്റ്റ് മരിക്കുകയാണ്. കണ്ടിട്ടുള്ളവർക്കറിയാം. അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിക്കണ്ടേ, ആ റൈറ്ററെ ഒന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തിനാണ് മമ്മൂക്കനെ കൊന്നതെന്ന് ചോദിക്കണം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള എനിക്ക് ഋതുവിനെ കണ്ടപ്പോൾ തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ സദാനന്ദൻ്റെ സിനിമയിൽ ദിലീപ് ഒരു കാര്യം പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ വീട്, എനിക്ക് എൻ്റെ റേഷൻ കട, എനിക്ക് എൻ്റെ നാട്. അങ്ങനെ ഒരു ഫുൾ നാടിനെ ഇഷ്ടപ്പെടുന്ന ഒരു നാട്ടും പുറത്തുകാരിയായിട്ടാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ തന്നെയാണോ? ഇല്ല, ഞാൻ ഭയങ്കര രണ്ട് സൈഡുള്ള ഒരാളാണ്. രണ്ട് സൈഡും ഉണ്ട്. ഞാൻ വേറൊരു കൺട്രിയിലേക്ക് പോയാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മറ്റേ പാരീസ് ഫാഷൻ വീക്കിൽ വർക്ക് ചെയ്യണം, വോഗ് പോലെയുള്ള മാഗസീൻസിലൊക്കെ വർക്ക് ചെയ്യണം, ബ്രാൻഡുകൾ വെർസാച്ചെ പോലെയുള്ള ബ്രാൻഡുകളിൽ വർക്ക് ചെയ്യണം, മെറ്റ് ഗാലയിൽ പോകണം. മെറ്റ് ഗാല അറിയാലോ, ഇത് ഫാഷൻ ഹബ്ബായിട്ടുള്ള നമ്മളുടെ ഔട്ട്ഫിറ്റ്സ് ഒക്കെ ഇടുന്ന ഒരു സ്ഥലമാണ് മെറ്റ് ഗാല. എനിക്ക് ഇങ്ങനത്തെ എക്സ്ട്രീം ആഗ്രഹങ്ങളും ഉണ്ട്. എന്നാലും നമ്മളെ നാട്, നമ്മളെ കാവ്, തെയ്യം, അങ്ങനെ എനിക്കെല്ലാം രണ്ടും എക്സ്ട്രീമാണ്. ഞാൻ ഭയങ്കര സ്പിരിച്വൽ ആയിട്ടുള്ള ഒരാളുമാണ്, എന്നാൽ മെറ്റീരിയലിസ്റ്റിക്കും ആയിട്ടുള്ള ഒരാളാണ്. ചിലപ്പോൾ ഞാൻ വിചാരിക്കും, എൻ്റെ അമ്മേൻ്റെ അടുത്ത് ചോദിക്കും, നീ ഒരു യോഗ എന്തെങ്കിലും ആണോ? രാവിലെ എഴുന്നേറ്റ് മെഡിറ്റേഷനും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയും. എൻ്റെ വായിക്കുന്ന ബുക്കുകളൊക്കെ സ്പിരിച്വൽ വേൾഡിനെ പറ്റിയിട്ടും ഒക്കെയുള്ള കാര്യമാണ്. എന്നാൽ അതേ സമയം ഞാൻ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളും ചെയ്യുന്ന ഒരാൾ. ആ ബാലൻസ് എനിക്ക് എപ്പോഴും ഉണ്ട്. ഇപ്പോൾ ഈ അടുത്ത് ലേറ്റസ്റ്റ് കണ്ട ഒരു സിനിമ, ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ്? ലോക ഇഷ്ടമായി. പിന്നെ നല്ല അടിപൊളിയായിട്ടുള്ള, എനിക്ക് സൂപ്പർ ഹ്യൂമൻസിന്റെ സിനിമകൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ലോക ഇഷ്ടമായി ഏറ്റവും. പിന്നെ നമ്മള് മമ്മൂക്കേന്റെ സിനിമ ഉണ്ടായിരുന്നല്ലോ ഭ്രമയുഗം, ഇഷ്ടമായി. തുടരും. കാരണം തരുൺ ചേട്ടനാണ് അത് ചെയ്തത്. തരുൺ ചേട്ടൻ്റെ കൂടെ ഞാൻ ഓപ്പറേഷൻ ചാവ് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങളൊക്കെ ഒരു ഫാമിലി പോലെ. അന്ന് തരുൺ ചേട്ടൻ്റെ ഫസ്റ്റ് ഫിലിമാണ്.
അപ്പം ഞങ്ങൾ കുറച്ച് ഫ്രഷ് ഫേസിനെയൊക്കെ തരുൺ ചേട്ടൻ എടുത്ത് ഇത് എന്താ പറയുക നമ്മളുടെ ഇതൊക്കെ ഉണ്ടാവുമല്ലോ ഓഡിഷനൊക്കെ ചെയ്ത് ഞങ്ങൾക്കൊരു 3 ദിവസം തിയേറ്റർ ക്ലാസ് ഒക്കെ തന്ന ഒരാളാണ് തരുൺ ചേട്ടൻ. അപ്പോൾ ഇറ്റ്സ് എ സ്പെഷ്യൽ സിനിമ. അപ്പോൾ ലാലേട്ടൻ്റെ കൂടെ ചെയ്തു എന്ന് പറയുമ്പോൾ ഭയങ്കര. അപ്പൊ തരുൺ ഇനി മറ്റൊരു സിനിമയിലേക്ക് ഓഫർ തന്നാൽ പോയില്ലേ? തീർച്ചയായിട്ടും വൈനോട്ട്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, തരുൺ മൂർത്തി ഒരു സിനിമ തരാണ്, അതിന്റെ ഒപ്പം തന്നെ വേറൊരു ബിഗ് ബഡ്ജറ്റ് ഫിലിം കൂടി എത്താണ്, രണ്ടും ക്ലാഷ് വരാണെന്നുണ്ടെങ്കിൽ ഏത് സെലക്ട് ചെയ്യും? സ്ക്രിപ്റ്റ് നോക്കിയിട്ട് ഏതാണോ എനിക്ക് ചെയ്യാൻ പറ്റണത് എന്നുള്ളത് നോക്കിയിട്ട്, കഥയാണല്ലോ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, അത് ചെയ്യും, അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പൊ നല്ലൊരു സിംഗർ ആണ്, അപ്പൊ നമുക്ക് നല്ലൊരു പാട്ടോട് കൂടി ഇത് വൈൻഡപ്പ് ചെയ്താലോ? ഞങ്ങൾക്ക് വേണ്ടി ടീം മീഡിയക്ക് വേണ്ടി ഒരു ചെറിയൊരു പാട്ട്. ഓക്കെ ഓക്കെ. എൻ്റെ ഇതുണ്ട് കേട്ടോ, ത്രോട്ട് പെയിൻ ഉണ്ട്, എന്നാലും പാടാം. കണ്ണാടി വാതിൽ നീ തുറന്നുവോ, 5-6 പൂക്കൾ നീ എറിഞ്ഞുവോ, നെഞ്ചോട് ചേർത്ത് ഞാൻ ഉണർന്നു പോയി, അരികെ നിന്നെ കണ്ടില്ല. ഈ മഞ്ഞുകാലത്തിലെ കാന്തദാഹത്തിൽ ആളുന്നു തീയെന്ന പോൽ, ഹേമന്തരാവിൻ്റെ ആഴത്തിൽ നിന്നേതോ നാളങ്ങളായി എന്നിൽ നീ. കണ്ണാടി വാതിൽ നീ തുറന്നുവോ, 5-6 പൂക്കൾ നീ എറിഞ്ഞുവോ, നെഞ്ചോട് ചേർത്ത് ഞാൻ ഉണർന്നു പോയി, അരികെ നിന്നെ കണ്ടില്ല. തരരാ തരരാ. താങ്ക് യു. ഈ പാട്ട് കേട്ടിട്ടുണ്ടോ? പിന്നെ കേട്ടിട്ടുണ്ടോ? എല്ലാവരുടെയും ഫേവറേറ്റ് സോങ്. വളരെ കുറച്ച് ആൾക്കാർ ഈ പാട്ട് കേട്ടിട്ടുള്ളത്. ലണ്ടൻ ബ്രിഡ്ജ് എന്ന് പറഞ്ഞ പടത്തിൽ എനിക്ക് വളരെ ഇഷ്ടമായ പാട്ടാണ്, പൃഥ്വിരാജിന്റെ. കേട്ടിട്ടുണ്ട്, എന്റെ ഒരു ഫേവറേറ്റ് സോങ് ആണ്. ആണല്ലേ? താങ്ക് യു. ഓക്കെ, അപ്പൊ ഒരുപാട് സന്തോഷം ടീമിലേക്ക് വേണ്ടി ഒരുപാട് വിശേഷങ്ങൾ പങ്കുവച്ചു. താങ്ക് യു. സോ നൈസ് മീറ്റിംഗ് യു. താങ്ക് യു.